ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തിരുവോണത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഇതാ രാവിലെ തന്നെ അധികം നേരത്തെ ഒന്നും എണീറ്റില്ല, ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് മിത്തൂനെ എണീപ്പിച്ചു. അപ്പോൾ അവൾ പൂവിടാന്ന് പറഞ്ഞ് അവൾ പൂവിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തിരുവോണം ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരെയും കുട്ടികളെയൊക്കെ പുറപ്പെടുവിച്ച് സെറ്റാക്കി നിർത്തി ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സജേട്ടൻ വാതിൽ പൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിതാ ഏട്ടൻ്റെ വീട്ടിലൊക്കെ എത്തി. രസത്തിനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രസം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചെറിയ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഏട്ടൻ ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെയാണ്. അപ്പോൾ മിത്തുവിനെ എടുത്തുകൊണ്ട് വരികയാണ്. മിത്തു വലുതായത് ഏട്ടൻ അറിഞ്ഞിട്ടില്ല, ചെറിയ ആളേനെ എടുത്തതാണ്. അപ്പോൾ അവൾ വന്നില്ല. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് മിത്തുവിനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ചെറിയൊരു പരിചയക്കേടാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂക്കളം. നല്ല അടിപൊളിയായിട്ട് പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാശിക്കുട്ടനാണ്. കാശിക്കുട്ടനും മിത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര രസമാണ് കേട്ടോ. അവർ അങ്ങനെയാണ്. പിന്നെ ഞാൻ പിന്നെ പായസം ഇളക്കിയും കൊണ്ടിരിക്കുകയാണ്. അമ്മയായിരുന്നു ഇത്രയും നേരം പായസം ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു വ്ളോഗ് എടുക്കട്ടെ, ഞാനൊന്ന് പായസം ഇളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ കുറച്ച് നേരമൊക്കെ ഇളക്കിയും കൊണ്ടിരുന്നു കേട്ടോ. പാലാട് തന്നെയാണ് ഇവിടെ. നല്ല അടിപൊളി പായസമായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഏടത്തിയമ്മ. അപ്പോൾ അവരിതാ രസത്തിനുള്ള കൂട്ടൊക്കെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രസത്തിൻ്റെ പരിപാടിയാണ്. എല്ലാതും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കൊക്കെ എല്ലാതും സെറ്റായിട്ടുണ്ട്. പിന്നെ തനുവിന് ഇവിടെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കണമല്ലോ, കഴിക്കാനുള്ള വാഴൻ്റെ ഇല തുടച്ചുകൊണ്ടിരിക്കുന്നു. വാഴൻ്റെ ഇലയൊക്കെ പിന്നെ നമ്മുടെ അച്ഛൻ പാടത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ പൊട്ടിച്ച് കൊടുന്നതാണ് കേട്ടോ. ഏടത്തിയമ്മ അതാണ് വലിയ ഏടത്തിയമ്മ ജഗ്ഗിൽ വെള്ളമൊക്കെ വെക്കി സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെയും നേരത്തെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ 10-11 മണിയൊക്കെ ആവണ ഒരു സമയത്ത് ഞങ്ങൾ കഴിക്കാനിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇലക്കെട്ട് എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടുണ്ട്. കുട്ടികളും മക്കളും വലിയവരും എല്ലാവരും വിളമ്പാനൊക്കെ കൂടി. അപ്പം നല്ല ഉഷാറായി സദ്യയൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായി ഹാപ്പി ആയിട്ട് അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് കേട്ടോ എൻ്റെ വീടാണിത്. എൻ്റെ വീട് കൊപ്പത്താണ്. തനിമോള് അവിടെ വന്ന് അങ്ങനെ അവൾക്ക് വലിയ ഒരു സുഖമില്ല, അവിടുന്ന് പോകുന്നതിൻ്റെ ഒരു ഇതാണ്. മേത്തൊന്നും ഇറങ്ങണില്ല, ആകെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ചെറിയ കുട്ടിയച്ഛനാണ്. അപ്പോൾ കുട്ടിയച്ഛൻ രാവിലെ തന്നെ സജേട്ടൻ്റെ അടുത്തേക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയച്ഛനായിട്ട് സംസാരിക്കുകയാണ്. സജേട്ടൻ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. സജേട്ടൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇത് തിരുവോണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ സജേട്ടൻ പോണ ഒരു സമയമാണ്, രാവിലെയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇത് ചെറിയ കുട്ടിയച്ഛൻ്റെ വീടാണ്. അപ്പോൾ വണ്ടി അവിടെയാണ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീടാണെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ, അങ്ങോട്ട് വണ്ടി കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ മഴ ആയതുകൊണ്ട് അങ്ങോട്ട് കയറ്റിയില്ല, ഇവിടെ തന്നെ വണ്ടി നിർത്തി. പിന്നെ ഇത് സജേട്ടൻ പോണേൻ്റെ ഒരു ഹാങ് ഓവറാണ് തനുവിന് കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അവൾക്ക് പോണേൻ്റെ ഭയങ്കര സങ്കടം, കുറേ നേരം കരഞ്ഞു, ഭയങ്കര വാശിയൊക്കെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, സജേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ബഹളമാണ് കാണുന്നത്. അങ്ങനെ സജേട്ടൻ പോയി. പിന്നെ കുട്ടിയച്ഛൻ്റെ കൃഷിയാണ് ഇതൊക്കെ. കുട്ടിയച്ഛൻ കുറേ കവുങ്ങും തെങ്ങും മത്തനോ കുമ്പളനോ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ മക്കളൊക്കെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി വൈകുന്നേരമല്ല, ഒരു 2:30-3 മണിയൊക്കെ ആയി വന്നപ്പോൾ. തിരുവോണത്തിൻ്റെ അന്ന് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ കുട്ടികൾ കളിക്കുകയാണ് കേട്ടോ. തനിമോളും സച്ചും കൂടി കളിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പോവുകയാണ്. ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ചോറ് കൊണ്ടിട്ട് പിന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഏട്ടൻ പോണ സമയത്ത് ഞങ്ങളൊക്കെ ഒന്ന് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആകെ കാടാണ് കേട്ടോ ഇവിടെ, നല്ല കാടാണ്. അങ്ങനെ ഏട്ടൻ പോയിട്ടോ. പിന്നെ തനു ഇങ്ങോട്ട് വന്നു. അപ്പോൾ മുറ്റത്തൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിക്കുകയാണ്. അപ്പോഴേക്കും ഇതിൻ്റെ കുട്ടിയച്ഛൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളും വന്നു. അപ്പോൾ അവൾ വന്നേക്ക് പിന്നെ ഭയങ്കര രസമായി. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്നു.
നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അവൾ ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക്, ഞങ്ങളെ വീട് കുറച്ച് മുകളിലാണ്, അപ്പോൾ അങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ ഓളെ കാര്യങ്ങളും ഒക്കെ പറയണം. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ബ്രെഡും ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇനി നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവും, കുട്ടിയച്ഛൻ്റെ വീട്ടിലേക്ക്. മക്കൾ ഇവിടെ ഇരുന്നിട്ട് കളിക്കണമൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഗെയിമൊക്കെ കളിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണേ.